വെൽക്കം ടു സെറ്റ് യുവർ ലൈഫ് വിത്ത് മീ. കുറേ കാലത്തിന് ശേഷം ഞാൻ രണ്ടാമതൊരു വീഡിയോ ഇടുകയാണ്. എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനി കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. എന്തായാലും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചോസറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് ചോസർ ആണ് പറയാൻ പോകുന്നത്. Chaucer's important works are Roman de la Rose, the Book of the Duchess, the House of Fame, Annelida and Arcite, Troilus and Crusade, Parliament of Fowls, The Legend of Good Women, The Canterbury Tales. First, we are going to discuss Roman de la Rose. ചോസറിൻ്റെ ഏർലിയർ വർക്ക് ആണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഓൺ വർക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ട്രാൻസ്ലേഷൻ ഓഫ് മെഡീവൽ ഫ്രഞ്ച് പോയം ലേ റോമൻ ഡെ ല റോസ്. ലേ റോമൻ ഡെ ല റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഞ്ച് പോയത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് റോമൻ ഡെ ല റോസ്. ഡ്രീം വിഷനിൽ എഴുതിയിട്ടുള്ള ഒരു പോയാണ്. ആൻഡ് ഇതൊരു ട്രാൻസ്ലേഷൻ ആണെങ്കിലും ഇംഗ്ലീഷ് പീപ്പിളിൻ്റെ ഇടയിൽ മാത്രമല്ല ഫ്രഞ്ച് പീപ്പിളിൻ്റെ ഇടയിലും വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ഒരു വർക്കാണ് റോമൻ ഡെ ല റോസ്. Now I am going to talk about an important work of Geoffrey Chaucer, the Book of the Duchess. Another name of the Book of the Duchess is The Death of Blanche. ബുക്ക് ഓഫ് ദി ഡച്ചസ് എപ്പോഴാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള കറക്റ്റ് ഡേറ്റൊന്നുമില്ല. എന്തായാലും 1368 1372 ഇടയിലാണ് ദ ബുക്ക് ഓഫ് ദി ഡച്ചസ് എഴുതിയിരിക്കുന്നത്. 1532 വില്യം തൈനിൻ്റെ കളക്ഷനിലാണ് ദ ബുക്ക് ഓഫ് ദി ഡച്ചസ് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതൊരു ഡ്രീം വിഷൻ ആണ്. 1334 ലൈൻസ് ഉള്ള അത്രയും വലിയൊരു വർക്കാണ് ദ ബുക്ക് ഓഫ് ദി ഡച്ചസ്. ഇത് ഫ്രഞ്ച് ഒക്ടോസിലബിക് വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. ഒക്ടോസിലബിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ലൈൻ ഓഫ് വേഴ്സ് വിത്ത് 8 syllables. ചോസറിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ജോൺ ഓഫ് ഗോണ്ടിൻ്റെ വൈഫ് ബ്ലാഞ്ച് ഓഫ് ലാങ്കസ്റ്ററിൻ്റെ ഡെത്തിനെ കമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള വർക്കാണ് ദ ബുക്ക് ഓഫ് ദി ഡച്ചസ്. ആക്ച്വലി ജോൺ ഓഫ് ഗോണ്ട് ചോസറിനോട് റിക്വസ്റ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഈ വർക്കിൽ പറയുന്ന ലോങ് കാസൽ ഹൗസ് ഓഫ് ലാങ്കസ്റ്റർ ആണെന്നും വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ബ്രാഞ്ച് ഓഫ് ലാങ്കസ്റ്ററിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ആണെന്നാണ് പറയുന്നത്. എന്നാലും അറ്റ് ദി ബിഗിനിങ് ഓഫ് ദ പോയം ഇൻസോംനിയ ബാധിച്ചിട്ട് 8 years ആയിട്ട് സ്ലീപ്ലെസ് ആയ പോയറ്റ് ഓവിഡിൻ്റെ മെറ്റമോർഫോസിസ് വായിക്കുകയാണ്. ഓവിഡിൻ്റെ മെറ്റമോർഫോസിസാണ് വായിക്കുന്നതെന്ന് പറയാൻ കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന 2 ക്യാരക്ടേഴ്സ് സെയ്സ് ആൻഡ് ആൽസിയോൺ. ഈ 2 ക്യാരക്ടേഴ്സും ഓവിഡിൻ്റെ മെറ്റമോർഫോസിസിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓവിഡിൻ്റെ മെറ്റമോർഫോസിസിൽ പറഞ്ഞിരിക്കുന്ന 2 ക്യാരക്ടേഴ്സ് തന്നെയാണ് സെയ്സ് ആൻഡ് ആൽസിയോൺ. സോ ഓവിഡിൻ്റെ മെറ്റമോർഫോസിസ് ആണ് വായിക്കുന്നത് എന്ന് പറയാൻ കാരണം ഈ 2 ക്യാരക്ടേഴ്സാണ്. സെയ്സും ആൽസിയോണും കിങ് ആൻഡ് ക്വീൻ ആണ്. സീ വോയേജിന് പോയിരിക്കുന്ന സെയ്സിൻ്റെ ആബ്സെൻസിൽ ആൽസിയോൺ വളരെയധികം ദുഃഖിച്ചിരിക്കുകയാണ്. ആക്ച്വലി സെയ്സ് ലോസ്റ്റ് ഹിസ് ലൈഫ് അറ്റ് സീ. ഇത് ആൽസിയോണിന് അറിയില്ല. എന്തായാലും ആൽസിയോൺ സെയ്സിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗോഡസ് ജൂണോനെ പ്രാർത്ഥിക്കുകയും ഗോഡസ് ജൂണോ ഒരു മെസ്സഞ്ചറിനെ മൊഫ്യൂസിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. മൊഫ്യൂസ് എന്ന് പറയുന്നത് ഡ്രീമിൻ്റെ അല്ലെങ്കിൽ സ്ലീപ്പിൻ്റെ ഒക്കെ ഗോഡാണ്. സോ ആൽസിയോണിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ഗോഡസ് ജൂണോ സെൻഡ്സ് എ മെസ്സഞ്ചർ ടു മോഫ്യൂസ്. ദെൻ മോഫ്യൂസ് ഫൈൻഡ്സ് ദ ഡെഡ് ബോഡി ഓഫ് സെയ്സ് ആൻഡ് ബ്രിങ് ദാറ്റ് ബോഡി ടു ആൽസിയോൺ ആസ് എ ഡ്രീം വിഷൻ. ആൽസിയോൺ നല്ല ഡീപ്പായിട്ടുള്ള ഉറക്കത്തിലാണ്. ആൽസിയോണിൻ്റെ ഉറക്കത്തിൽ ഒരു സ്വപ്നം ആയിട്ടാണ് സെയ്സിൻ്റെ ബോഡി മോഫ്യൂസ് കൊണ്ടുവരുന്നത്. അതിൽ സെയ്സ് ആൽസിയോണിനോട് പറയാണ് ഒരു നല്ലൊരു ബറിയൽ
എനിക്ക് തരണം. സേസ് ടെൽസ് ആൽസിയോൺ ടു ഗിവ് ഹിം എ ഗുഡ് ബറിയൽ. ആൻഡ് അങ്ങനെ ഒരു സ്വപ്നം കണ്ടതിന് ശേഷം ആൽസിയോൺ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ആ സമയം നോക്കുമ്പോൾ സേസ് ഹാസ് ഗോൺ. ആക്ച്വലി ഈ ആൽസിയോണിൻ്റെ അത്രയും ഡീപ്പായിട്ടുള്ള ഉറക്കം, ആ ഒരു സ്റ്റോറി വായിച്ചതിന് ശേഷം ഈ സ്ലീപ്ലെസ് ആയിട്ട് ഇൻസോംനിയ ബാധിച്ചിട്ടുള്ള പോയറ്റിന് ആൽസിയോണിന് കിട്ടിയിട്ടുള്ള അത്രയും ഡീപ്പായിട്ടുള്ള ഒരു ഉറക്കം എനിക്കും കിട്ടിയിരുന്നെങ്കിൽ, ജൂണോനെ പോലെ അല്ലെങ്കിൽ മൊഫ്യൂസിനെ പോലെയുള്ള ഗോഡ്സ് എനിക്കും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് വിഷ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഫസ്റ്റ് പാർട്ട്, ദ ബുക്ക് ഓഫ് ദി ഡച്ചസിൻ്റെ ഫസ്റ്റ് പാർട്ട് അങ്ങനെയാണ് അവസാനിക്കുന്നത്. അതിനുശേഷം ആ പോയറ്റ് നല്ലൊരു ഉറക്കത്തിലേക്ക് പോവാണ്. ആൻഡ് ആ ഉറക്കത്തിൽ അദ്ദേഹം വേറൊരു സ്വപ്നവും കാണുകയാണ്. ആൻഡ് ആ ഒരു സ്വപ്നത്തിൽ അദ്ദേഹം ടെയിൽ ഓഫ് ട്രോയ് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ് ഉള്ള ഒരു ചേംബർ കാണുകയാണ്. റൊമാൻസ് ഓഫ് റോസ് വരച്ചിട്ടുള്ള ഒരു വോളും അദ്ദേഹം അവിടെ കാണുന്നുണ്ട്. പിന്നീട് സ്വപ്നത്തിൽ അദ്ദേഹം ഒരു ഹണ്ടിങ് സൗണ്ടാണ് കേൾക്കുന്നത്. ഒരു ഡോഗിനെ ഫോളോ ചെയ്തിട്ട് അദ്ദേഹം പിന്നീട് ഒരു ഫോറസ്റ്റിലേക്ക് എത്തുന്നു. ആ ഫോറസ്റ്റിൽ അദ്ദേഹം ഒരു നൈറ്റിനെ മീറ്റ് ചെയ്യുന്നു. ആൻഡ് ഹി ഈസ് കമ്പോസിങ് എ സാഡ് സോങ്. ആ നൈറ്റ് ഒരു സാഡ് സോങ് ആണ് കമ്പോസ് ചെയ്യുന്നത്. ആൻഡ് ആ പോയറ്റ് എന്താണ് നൈറ്റിൻ്റെ വിഷമത്തിന് കാരണം എന്ന് അന്വേഷിക്കുന്നു. അപ്പോഴാണ് നൈറ്റ് പറയുന്നത് ഫോർച്യൂണോ ഗോഡസുമായിട്ട് അദ്ദേഹം ഒരു ഗെയിം ഉണ്ടായിരുന്നു. ആൻഡ് ആ ഗെയിമിൽ അദ്ദേഹം പരാജയപ്പെടുന്നു. അപ്പോൾ പോയറ്റ് പറയാണ്, ചെറിയൊരു ഗെയിമിൽ ഫെയിലായതുകൊണ്ട് ഇത്രയും വിഷമിക്കാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് നൈറ്റ് ആക്ച്വലി അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്, അദ്ദേഹം ഇങ്ങനൊരു സാഡ് സോങ് കമ്പോസ് ചെയ്യാനുള്ള റീസൺ എന്താണ് എന്നുള്ളത് പറയാണ്. അദ്ദേഹത്തിനൊരു പ്യുവറായിട്ടുള്ള ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു എന്നും ആ ലേഡീനെ ഗുഡ് ഫെയർ വൈറ്റ് എന്നാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്. ഗുഡ് ഫെയർ വൈറ്റുമായിട്ടുള്ള ലവിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നീട് ഹി ലോസ്റ്റ് ഹിസ് ലവ്, അതാണ് അദ്ദേഹത്തിൻ്റെ വിഷമത്തിന് കാരണം എന്ന് നൈറ്റ് പോയറ്റിനോട് പറയുന്നു. പിന്നീട് ആ ഹണ്ടിങ് അവസാനിക്കുകയും ആ ഒരു സെക്കൻഡ് പാർട്ട് ഓഫ് ദി ബുക്ക് ഓഫ് ദി ഡച്ചസ് അവസാനിക്കുന്നത് ആ ഹണ്ടിങ് അവസാനിക്കുന്നതോട് കൂടിയിട്ടാണ്. ആക്ച്വലി ഇതാണ് ദ ബുക്ക് ഓഫ് ദി ഡച്ചസിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ചോസറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ചോസറിൻ്റെ വർക്ക്സ് ആയിട്ടുള്ള റോമൻ ഡെ ലാ റോസ്, ദ ബുക്ക് ഓഫ് ദി ഡച്ചസ്, ഇത്രയും ഡിസ്കസ് ചെയ്തു. അപ്പോൾ 2011 മുതൽ 2019 വരെ ഉള്ള സെറ്റ് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 2 പാർട്ടിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 5 ക്വസ്റ്റ്യൻസ് അത്രേ കിട്ടിയിട്ടുള്ളൂ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയതിൽ നിന്ന്. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ഫസ്റ്റ് ഓഫ് അവർ റിയലി നാഷണൽ ഇംഗ്ലീഷ് പോയറ്റ്സ്. 2012 ചോദിച്ച ചോദ്യമാണ്, ഡാഷ് ഈസ് ദ ഫസ്റ്റ് ഓഫ് അവർ റിയലി നാഷണൽ ഇംഗ്ലീഷ് പോയറ്റ്സ്. ആൻസർ ഈസ് ചോസർ. ചോസർ ഈസ് ദ ഫസ്റ്റ് ഓഫ് അവർ റിയലി നാഷണൽ ഇംഗ്ലീഷ് പോയറ്റ്സ്. Second question, dash was written by Chaucer on the death of Blanche of Lancaster in 1368. നമ്മളിപ്പം ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ബ്ലാഞ്ച് ഓഫ് ലാങ്കസ്റ്ററിൻ്റെ ഡെത്തിൽ കമമറേറ്റ് ചെയ്തുകൊണ്ട് ചോസർ എഴുതിയ വർക്ക് ചെയ്താണ് ദ ബുക്ക് ഓഫ് ദി ഡച്ചസ്. 2013 ഡിസംബറിൽ ചോദിച്ച ചോദ്യമായിരുന്നു. ഇനി 2018 ഫെബ്രുവരിയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, ടു ഹൂം ഡസ് ദ റിമാർക്ക് ദ വെൽ ഓഫ് ഇംഗ്ലീഷ് അൺഡിഫൈൽഡ് refer to. Undefiled means കളങ്കമില്ലാത്തത്. To whom does the remark the well of English undefiled refer to? ചോസറിനെയാണ് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തത്. സ്പെൻസറാണ് ചോസറിനെ ദ വെൽ ഓഫ് ഇംഗ്ലീഷ് അൺഡിഫൈൽഡ്
എന്ന് ഡിസ്ക്രൈബ് ചെയ്തത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹു among the following poets is referred as the finder of our language? ചോസർ. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിൽ ചോസറാണ് കറക്റ്റ് ആൻസർ. 2018 ജൂലൈയിൽ ചോദിച്ച ചോദ്യമായിരുന്നു. Who among the following poets is referred as the finder of our language? Fifth question, Chaucer wrote in. മിഡിൽ ഇംഗ്ലീഷിലാണ് ചോസർ എഴുതിയിരുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയെന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. തുടർന്നും നിങ്ങൾ എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ ചാനൽ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പലരും കമൻസ് ചെയ്തു. അപ്പോൾ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. തുടർന്നും നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് അലോട്ട്. വീണ്ടും കാണാം. ബൈ.